ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജീവന ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കുറച്ച് നല്ല പ്ലാന്റ്സ് സെയിലിനുണ്ട്. മുന്നേ പ്ലാന്റ്സ് വാങ്ങിച്ച എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതുന്നു. ഏതൊക്കെ പ്ലാന്റ്സാണ് ഇന്ന് സെയിലിനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് കൊളക്കേഷ്യയുടെ ബ്ലാക്ക് മാജിക് ആണ്. ബ്ലാക്ക് മാജിക് നല്ല സൺലൈറ്റൊക്കെ കിട്ടുമ്പോൾ ലീവ്സൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 70 to 80 റുപ്പീസാണ് പ്ലാന്റ് സൈസ് അനുസരിച്ച്. അടുത്തത് കൊളക്കേഷ്യയുടെ കോഫി കപ്പാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. ബേബി പ്ലാന്റിന് ഇത്രയും വലുപ്പമുള്ള നല്ല അത്യാവശ്യം മച്ചുറായ പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനുള്ളത്. അടുത്ത പ്ലാന്റ് വരുന്നത് റാബിറ്റ് ഫുഡ് ഫേൺ ആണ്. റാബിറ്റ് ഫുഡ് ഫേൺ വളരെ ഭംഗിയുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു ഫേൺ വെറൈറ്റിയാണ്. അതിൻ്റെ റൂട്ട്സൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. റാബിറ്റിൻ്റെ ഫർ പോലെയുള്ളത്. ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ ഹാങ്ങിങ് പ്ലാന്റ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ലീവ്സുള്ള നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് വേഗം പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ് ഇത്. അടുത്തത് ഈ കോമൺ ബിഗോണിയാണ്. പിങ്ക് ആൻഡ് സിൽവർ ഷെയ്ഡിലുള്ള കോമൺ ബിഗോണിയ ടൈപ്പിൽ വരുന്ന പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു കെയിൻ ബിഗോണിയയുടെ ബേബി പ്ലാന്റ്സ് ആണ് റെഡി ആയിട്ടുള്ളത്. നല്ല ഒരു കെയിൻ ബിഗോണിയാണ്. ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. അടുത്തത് അലോക്കേഷ്യ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഗ്രീൻ ലീവ്സ് ഉള്ള വൈറ്റ് മാർക്കിങ്സ് ഉള്ള നല്ലൊരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 90 റുപ്പീസാണ് ബേബി പ്ലാന്റിന്. അടുത്തത് ഹെലിക്സ് ഐവിയുടെ ജിഫി പ്ലാന്റ്സ് ആണ് റൂട്ടഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. നമ്മുടെ ഐവി പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവുകയാണ്. നമ്മൾ സ്റ്റോക്ക് റെഡിയാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക കിട്ടാത്തവരുണ്ടെങ്കിൽ. അടുത്തത് ഈ ഒരു കലാത്തിയാണ്. റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. നല്ല ഒരു റെഡ് മാർക്കിങ്സ് ഒക്കെ ഉള്ള ഒരു നല്ല കലാത്തിയ പ്ലാന്റാണ് ഇത്. അടുത്തത് പീലിയയുടെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ബഞ്ചായിട്ട് ചട്ടി നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ചിലയിടത്ത് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നും പറയും. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു കോമൺ കലേഡിയം വെറൈറ്റിയാണ്. മഴക്കാലത്തൊക്കെ നല്ലോണം ബുഷിയായിട്ട് വളർന്നു കിട്ടുന്ന ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. അടുത്തത് ഹാങ്ങിങ് പീലിയയുടെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. ഇതിപ്പോൾ പൂത്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ബേബി പ്ലാന്റ്സ് സ്മോൾ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് 20 റുപ്പീസ്. അടുത്തത് ചൈനീസ് ബെല്ലിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റൂട്ടഡ് ആയിട്ടുള്ള ഇത്രയും സൈസുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത് 20 റുപ്പീസ് തന്നെയാണ്. അടുത്തത് സ്പൈഡർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ ആയിട്ടാണെങ്കിലും ഔട്ട്ഡോർ ആയിട്ടാണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. വെള്ളത്തിലായാലും മണ്ണിലായാലും വളർത്താം. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. അടുത്തത് ടൈഗർ ഫേണിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളരുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ് ടൈഗർ ഫേൺസ്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു വെറൈറ്റി കോളിയസ് പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ്. റേറ്റ് വരുന്നത് 10 റുപ്പീസാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലുള്ള കോളിയസ് പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വളരെ ചെറിയ നല്ല ഗ്രീൻ ലീവ്സോട് കൂടിയിട്ടുള്ള ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ വെറൈറ്റിയാണിത്. റേറ്റ് വരുന്നത് 20 റുപ്പീസ്. അടുത്തത് നമ്മുടെ മൂൺഷൈൻ റിയോയുടെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇട്ടിരുന്നു. സോൾഡ് ആയിട്ട് പോയിട്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു ഓർണമെൻ്റൽ ആലുവേരയുടെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ ആലുവേര പോലെ തന്നെ തോണിയാണ്. സ്മോൾ ലീവ്സ് ആണുള്ളത്. മെഡിസിനൽ അല്ല ഈ പ്ലാന്റ്, ഓർണമെൻ്റൽ പർപ്പസാണ്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്.
അടുത്തത് കോട്ടൺ ക്യാൻഡി ഫേൺ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ഒരു ക്യൂട്ട് പ്ലാന്റ് ആണ് കോട്ടൺ ക്യാൻഡി ഫേൺ. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് ഹാങ്ങിങ് പെപ്രോമിയയുടെ ജിഫി പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്ത് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെപ്രോമിയ ഹാങ്ങിങ് പ്ലാന്റ്സ്. അടുത്തത് വേരിഗേറ്റഡ് ഡിസ്ചിയയുടെ ജിഫി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡിസ്ചിയാസ്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഡിസ്ചിയാസ്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ് ഈ സൈസിലുള്ള ഡിസ്ചിയ പ്ലാന്റിന്. അടുത്തത് ട്രൈക്കളർ റിയോയുടെ പ്ലാന്റ്സ് ആണ്. റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. നല്ല ബ്രൈറ്റ് സൺഷൈനൊക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളർന്നു കിട്ടും. റേറ്റ് 20 റുപ്പീസ്. അടുത്തത് പിസ്താച്ചിയോ വൈറ്റ് നാനോക്കിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റി ഓഫ് വാണ്ടറിങ് ജൂ ആണിത്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. ഒരു 4 to 5 വെറൈറ്റീസ് ഓഫ് ജൂ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. കോംബോ ആയിട്ട് വേണമെങ്കിലും വാങ്ങാം. അടുത്തത് ഈ ഒരു സ്ട്രൈപ്പ് ഉള്ള ഫേൺസ് ആണ്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളർന്നു കിട്ടുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ്. അടിപൊളിയായിട്ട് ആണ് ഇതിൻ്റെ സ്ട്രൈപ്സ് ഒക്കെ വരുന്നത്. റേറ്റ് 40 റുപ്പീസ്. അടുത്തത് ഈ ഒരു ജൂ പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ജിഫി പ്ലാന്റ്സും അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് ലൈൻസോട് കൂടിയിട്ടുള്ള കലാത്തിയ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. അടുത്തത് പിങ്ക് ലേഡിയുടെ സിംഗിൾ ബഞ്ചാണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. പിങ്ക് ലേഡി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ നല്ല പിങ്ക് ആവും ലീവ്സൊക്കെ. അടുത്തത് ബോസ്റ്റൺ ഫേണിൻ്റെ ഈ സൈസിലുള്ള 4 to 5 ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു വെറൈറ്റി ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. സെയിം പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. നല്ല ഹൈറ്റ് വെച്ച് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. അടുത്തത് ഡ്രസീനിയയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു നിയോൺ ഗ്രീൻ ആൻഡ് പിങ്ക് ലൈൻസോട് കൂടിയിട്ടുള്ള സിങ്കോണിയം വെറൈറ്റിയാണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. സിങ്കോണിയം വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഈസി മെയിൻ്റെനൻസ് ഉള്ള പ്ലാന്റ്സ് ആണ്. അടുത്തത് സ്വേർഡ് ഫേണിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. സ്വേർഡ് ഫേൺസും ഒരല്പം സ്ലോ ഗ്രോയിങ് ആണെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ടുള്ള ഫേൺ വെറൈറ്റിയാണ്. അടുത്തത് ഈ ഒരു കലേഡിയമാണ്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ് ഫുൾ പോട്ടിന്. നല്ല ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള കലേഡിയം വെറൈറ്റിയാണ്. അടുത്തത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി ലീവ്സോട് കൂടിയിട്ടുള്ള നല്ല ഫുൾ ഗ്രോൺ ബിഗോണിയ പ്ലാന്റ് ആണ് അവൈലബിൾ ഉള്ളത്. അടുത്തത് ഗോൾഡൻ സാനഡുവിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. സാനഡൂസ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ്. അടുത്തത് നസ്ട്രീഷ്യത്തിൻ്റെ യെല്ലോ ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള നസ്ട്രീഷ്യത്തിൻ്റെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ഹാങ്ങിങ് ആയിട്ടാണെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു നല്ല ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് നസ്ട്രീഷ്യംസ്. അടുത്തത് പെപ്രോമിയയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ഉള്ളത്. പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റും DTDCയും വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കൂടുതലും. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും കുറച്ച് നല്ല പ്ലാൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.